ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം ഇന്നേ വള്ളിച്ചൂണ്ട ഇടാനായിട്ട് പോവുക. അപ്പം നമ്മുടെ മുങ്ങി കിടക്കുന്നുണ്ടാ നമ്മളെ അവിടെ ചൂണ്ടയിട്ടിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ ചൂണ്ട വലിക്കുക കേട്ടോ. ഇവിടെ നിന്നില്ല ആ പാലം വരെ. ആ പാലം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പം നമ്മൾ കൊണ്ടുവന്ന ആ തീറ്റ ഒന്ന് കോർത്തിടുന്നുള്ളൂ. നമ്മൾ ചെമ്മീനാണ് ഇതിൻ്റെ അകത്ത് ഇടാവുന്നത്. വലഞ്ഞൊരു വല്ലതും ഉണ്ടെങ്കിൽ ഇത് ചെറിയ പരലക്കുഞ്ഞ്, ചെറിയ ചൂണ്ടയായതുകൊണ്ടാണ് കേട്ടോ. ഐസായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇടുക കേട്ടോ. ഇത് എന്തുമാത്രം ശാശ്വതമാകുന്നൊന്നും അറിയാൻ മേല. എന്തുവാ കോലെന്തിയേ അവിടെ നമ്മള് കുത്തിയ കോല് എന്തി കാണുന്നില്ലല്ലോ. ഇവിടെയാ കുത്തിയ, അവിടെ എന്തിയേ ഇനി അവിടെ ചെല്ലണം. അതാ നമുക്ക് ഇങ്ങനെ എടുക്കാല്ലോ. ആ എടുത്തോ. ആ തെർമാക്കോളിൽ പിടിച്ചെടുത്താ മതി ആച്ചി. അതൊക്കെ എത്തിയേനെ. നമ്മള് ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് സിലോപ്പിയ കോർത്ത് കൊടുത്ത കേട്ടോ. സിലോപ്പിയ കോർത്ത് വിടുന്നത്. നമ്മൾ ഈ സിലോപ്പിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നാലും ചാകത്തില്ല, ഉടനെ ഒന്നും ചാകത്തില്ല. സിലോപ്പി, പരല്, കരിമീൻ, കൊഞ്ച്, മഞ്ഞക്കൂരി, കൂരി ഐറ്റം ഇതൊന്നും ഉടനെ ചാകത്തില്ല വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നത്. ഇപ്പം വെള്ളത്തിന് ഇങ്ങോട്ടൊന്ന് കാണിച്ച പോലെ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ചൂണ്ട കിടന്നത് ഇങ്ങനെ അനങ്ങി നിൽക്കും. അപ്പം വാളയൊക്കെ ഉണ്ടെങ്കിൽ നേരെ വന്ന് അടിക്കും. നമ്മളെ അവിടെയൊക്കെ നമ്മൾ സിലോപ്പിയാണ് കുത്തിയിട്ട്, സിലോപ്പി കൂരിയൊക്കെ ഇട്ടത്. ഇപ്പം എന്തേ ഇവിടെ നോക്കി കാരിക്കുഞ്ഞ് ഇവൻ ചത്തുപോകും കേട്ടോ. വെള്ളത്തിനടിയിൽ പോയി. ഇവന് മേളിൽ വരാനുള്ള സംവിധാനം ഇല്ല, എന്നാലും അവൻ കിടക്കും കുറച്ച് നേരം. കാരിക്കുഞ്ഞ്, അത് കാരണം അവൻ കൊമ്പ് നമ്മളെ മേത്ത് കൊണ്ട റെഡിയാണ്. അവൻ്റെ ഈ ബഹളത്തിന് ആരെങ്കിലും കണ്ടിങ്ങനെ ഓടി വന്ന് പൊക്കി. നമ്മളെ ചൂണ്ടില്ല അപ്പുറത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഓക്കെ. അപ്പം നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. നമ്മൾ അടുത്ത വള്ളി വലിച്ച് വിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഇവിടുത്തെ സിലോപ്പി, കൂരി, കാരി, പരല്, ഒരുമാതിരിപ്പെട്ട എല്ലാം ജീവനുള്ള അല്ലേ അവനിച്ച, ഒരുമാതിരിപ്പെട്ട എല്ലാം ജീവനുള്ള നമ്മൾ കുത്തിയിട്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോഴേ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സഹോദരൻ ഇച്ചിരി മീൻ കൊണ്ടുപോകും. അവനെല്ലാം അപ്പുറം ഒരു കുഴിയിൽ ഇറങ്ങി തപ്പിയതാണ്. ഉടക്കി അപ്പോഴേ ചിലവരൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതാ അപ്പാപ്പി പിടിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റും. നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിക്കുന്ന വീഡിയോ എങ്ങനെ കാണിക്കും? അപ്പം നമ്മളെ കണക്ക് തന്നെ കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും. മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവരും നമ്മളെ കണക്ക് തന്നെ കഷ്ടപ്പെടുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരുടെ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അവർ പിടിക്കുന്ന മീൻ ഞാൻ പിടിക്കുന്നതാണെന്നും പറഞ്ഞല്ല ഞാൻ കാണിക്കുന്നത്, ഞാൻ അവർ പിടിച്ചാന്നും പറഞ്ഞ് തന്നെ കാണിക്കുന്നത്.
അപ്പം നമുക്കിപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്കിന്ന് വീഡിയോ കാണത്തില്ല. അപ്പം എന്താ വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിക്കും. നമുക്ക് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളുടെ വീഡിയോ വിളിച്ചിടുന്നത്. അപ്പം ഞങ്ങൾക്ക് അപ്പാപ്പയുടെ വീഡിയോ കണ്ടാൽ മതി. അതൊക്കെ നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച പണിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം വെള്ളപ്പൊക്കമോ പണിക്കൊന്നും പോക്ക് നടക്കത്തില്ല. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൽ ഒരു പരിഭവം പറയൽ കഴിവതും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. കണ്ടതേ എന്നാ എന്നാ ചാറര 5.5 അങ്ങോട്ടിട്ടോ ആ ചാക്ക് മാറ്റിട്ട് ഒരു വരട്ടെ ചോദിച്ചില്ല എൻ്റെ 7 രൂപ എനിക്കൊരു ചായ കൊടുക്കും. 100 രൂപ എടുത്ത് കൈ കൊടുക്കും. പിന്നെ അത് അപ്പുറത്ത് കൂടാ പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാറ്. ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നതിന് മുമ്പ് കൈതരി കഴിക്കാൻ കഴിയുവാണ്. നീ 190 കിടക്കുന്നതാണ് പുഷ്പനൊക്കെ പറഞ്ഞത്. എവിടെ പോവാനാ? വെള്ളം കൂടി വെള്ളം വന്ന് കിടന്നിട്ട് ഉള്ള പാടത്തില് പാടത്ത് വെള്ളം പിന്നെ പുറത്ത് വെക്കാൻ പോകാനാണോ? കിഴക്കൻ വെള്ളം വന്ന് പുറത്ത് എവിടെയാ വേണം എന്തോ പിന്നെ പുറത്ത് കിഴക്കൻ വെള്ളം വന്ന് കിടക്കുക. വള്ളിച്ചുണ്ട് കെട്ടിട്ട് രക്ഷയില്ലടാ. ഞാൻ 10 ഇട്ടിട്ട് ഒരു രക്ഷയില്ല. നീ വള്ളിച്ചുണ്ട കെട്ടിയ മറ്റേ കുപ്പിയില്ല? ആ ഞാനും കുപ്പി നീ എറി. എവിടെ അറിയുന്നു? എന്നറിയും? ആ ഞാനും പറഞ്ഞു. നമ്മളെ ചേട്ടായിയുടെ മീൻ തൂക്കച്ച നമ്മൾ ഇന്നലെ വന്നിട്ട വള്ളി ഒന്ന് പൊക്കി നോക്കുക കേട്ടോ. അപ്പം നോക്കിയത് സിലോപ്പിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ അത് ഓടുന്നുണ്ട് തന്നെ. ജീവനോട് ഇപ്പോഴും കിടക്കുക സിലോപ്പി നമ്മൾ കുത്തിയിട്ടതേ ഇല്ലേ. അപ്പം നമുക്ക് നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഇന്ന് നോക്കിക്കേ. ചൂണ്ടയിട്ടിട്ട് ഇത് കുഴപ്പമില്ലാത്തൊരു സാധനമാണ് കിട്ടിയത് കേട്ടോ. നോക്കിക്കേ, നമ്മൾ ഇവിടുത്തെ എന്ത് തീറ്റയിട്ടാണ് ഓർക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെറിയ മീനും കൊളുത്തിയിട്ടായിരുന്നു. അവൻ എന്തൊക്കെയാലും കുറേ നേരമായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു പോയാൽ പോട്ടെ. പക്ഷേ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും അറിയണം, നമ്മളെ ഈ ചൂണ്ടയിട്ടിട്ട് ഈ നമ്മൾ ഇന്നാൾ വിട്ടിട്ട് നമുക്ക് ഒരു വലഞ്ഞിലായിരുന്നു. ഇപ്പോഴും കണ്ടോ, 1-2 വലഞ്ഞിലുണ്ടോ അവൻ ചത്തുപോയി. ഇന്നിപ്പം എന്തേ ഒരെണ്ണമുണ്ട്. അത് ഒരുമാതിരി വല കേട്ടോ. അവൻ സകല അഹങ്കാരി. എന്തൊക്കെയാലും ഒരെണ്ണം കിട്ടി. നമുക്ക് ഒരുപാട് സന്തോഷമായി കേട്ടാ. ഇന്നിപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവളുമാരുണ്ടായിരുന്നേ അവളുമാർക്ക് ഒരുപാട് സന്തോഷമായത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ചൂണ്ട പൊട്ടിക്കാനേ പറ്റത്തുള്ളൂ.
നമുക്ക് ഇല്ല അവിടം വരെ ഉള്ള ചൂണ്ട പൊക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂണ്ട പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ അത് ഊർത്തില്ല, നമ്മുടെ വള്ളി താഴെ തൊട്ടത്. അപ്പോൾ ഇനിയിപ്പം വൈകിട്ട് നമ്മൾ തീറ്റി കൂർക്കാൻ വരും എന്തൊക്കെയാലും. അപ്പം നമുക്ക് ബാക്കി ഇത് കാണാം. അപ്പം അപ്പാപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമ്മളെ പൊന്നിച്ചൻ ഉണ്ടായിരുന്ന പൊന്നിച്ചന് ഒരുപാട് സന്തോഷമായാണ് കേട്ടോ. പൊന്നിച്ചനും ഞാനും കൂടെ കൂടിയായിരുന്നു ചൂണ്ട ഇവിടെ കിട്ടിയതൊക്കെ ഇന്നലെ. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായാണ്. പക്ഷേ ഞാൻ നോക്കി നല്ല വലഞ്ഞിന് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ലാത്ത വലഞ്ഞിന്. അപ്പം ഞാൻ മീൻ പിടിക്കുന്ന വീഡിയോസ് ഇല്ലാണ്ടാണ് മറ്റ് നമ്മുടെ സഹോദരന്മാരൊക്കെ പിടിക്കുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ.